വെൽക്കം ബാക്ക് ടു സെൽഫി വൺസ് അഗെയിൻ. ഇന്നൊരു റെസിപ്പിയാണ് പ്രോൺസ് കുനാഫ റെസിപ്പി. അതിൻ്റെ കൂടെ ഒരു ഡിപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് ഈ സൂപ്പർ ടേസ്റ്റി പ്രോൺസ് കുനാഫയും അതിൻ്റെ ഡിപ്പും തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ടാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാരിനേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ഞാൻ വാലൊന്നും കളയാതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അരമണിക്കൂർ സമയം. ആ സമയം തന്നെ നമുക്ക് കുനാഫ പുറത്ത് വയ്ക്കാം. കുനാഫ ഡോ എടുത്തിട്ട് പുറത്ത് വയ്ക്കാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അരമണിക്കൂർ നേരത്തെ പുറത്ത് വെച്ചപ്പോൾ അത്യാവശ്യം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുക. കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ ചെമ്മീനും ഓരോന്നും എടുത്തിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാ പ്രോൺസും ഞാൻ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം കുനാഫ ഡോ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. അത്രയും സ്പീഡിൽ ഉള്ളിൽ ചെമ്മീൻ വേവണം എന്നില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ മതി, അപ്പോഴത്തേക്കും അത് ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ട ഡിപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഇതാ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഹണി. മധുരം കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഹണി കുറയ്ക്കാവുന്നതാണ്. ഇവിടെ ഇത് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്തപ്പം കുറച്ചൊരു മധുരം ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചീസാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാല്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിപ്പാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എത്രത്തോളമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ചിലർക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവാണ് കൂടുതൽ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച്, മധുരം മുന്നിൽ നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ ഡിപ്പും. അതിന് ചേർത്ത് കുനാഫയുടെ ഒരു ക്രിസ്പ്നെസ്സൊക്കെ ചേർത്ത് കഴിക്കുമ്പം ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ അതവിടെ പ്ലേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.